പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് brothers and sisters, let's pray first of all. നാം ഒരു അന്ത്യകാലത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ്. We are at the end times. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് India is especially അവിടെ വലിയ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിക്ക് വളരെ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സമയമാണ്. There are lots of struggles are happening in India for the Christianity. ജാതിയോട് മാത്രമല്ല, different religions are against each other. Not only different religions are against each other. പ്രദേശങ്ങൾ തമ്മിൽ, ഒരു സ്റ്റേറ്റുകൾ തമ്മിലും വളരെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. There are issues between different states as well. ഭാഷകൾ തമ്മിൽ വ്യത്യാസപ്പെടുകയാണ്, പ്രയാസങ്ങൾ വർദ്ധിക്കുകയാണ്. Not only for different states, also between different languages in India. വളരെ ഒത്തിരി ലാംഗ്വേജ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. There are different languages in India. അവിടെ തന്നെ പല ലാംഗ്വേജ് ഉള്ളവർ, പല സ്റ്റേറ്റുകാർ തമ്മിലും വളരെ പ്രയാസങ്ങൾ വർദ്ധിച്ചു വരികയാണ്. So there are issues between states, between languages in India, one country itself. ഇവിടെ ഞാൻ അയർലൻഡിൽ വന്നപ്പോൾ ഇവിടെയും വളരെ പ്രയാസങ്ങൾ ആ നിലയിൽ മനുഷ്യർ തമ്മിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. I noticed that in Ireland also there are issues between people because of their color, skin color, because of the nationality as well. ഇതിന് നമുക്ക്, ദൈവത്തിന്റെ മക്കളായ നമുക്ക് അതിനുള്ള ഒരു പരിഹാരം, so for believers like us, what is the solution to these problems? സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും, from all the things what is going to happen, we need to be get away from it. What need to be done from our side? മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തനാകേണ്ടതിനും, when we stand in front of Jesus, സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പാൻ ദൈവത്തിന്റെ വചനം നമ്മളെ ഉപദേശിക്കുന്നു. every time we need to pray fervently in to overcome these kind of situations from our life. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. We need to pray fervently. That's what the word of God reminds us. 1 തിമോത്തി 2:1 മുതൽ 3 വരെയുള്ള വാക്യം. Let's turn to 1 Timothy 2-ാം അധ്യായം chapter 2 1 മുതൽ 3 വരെ. chapter 2 1 verses 1 to 3. So 1 Timothy chapter 2 verses 1 to 3. First of all, then I urge you that entreaties and prayers, petitions and thanksgivings to be made on behalf of all men, for kings and all who are in authority, so that we may lead a tranquil and quiet life in all godliness and dignity. This is the good and acceptable in the sight of our God, our Savior. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഭരണാധികാരികളെ, അധികാരസ്ഥന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. So God is expecting us to pray for the authorities where we are. നമുക്കൊരു നിമിഷം ആ നിലയിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ത്യയിലെയും അയർലൻഡിലെയും ഭരണാധികാരികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. So let us pray first for what is happening in India and also what is happening in Ireland as well. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, our heavenly Father, ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. we pray for the authorities of India as well as in Ireland. ഞങ്ങൾക്ക് സ്വസ്ഥതയോടും സാവധാനതയോടും സമാധാനത്തോടും കൂടെ ജീവിക്കാൻ ആവശ്യമായ, may God help us to live a peaceful life in this part of the world. ഞങ്ങൾക്ക് കർത്താവ് അതിനു വേണ്ട ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭരണാധികാരികൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, God, we are giving thanks to you that you have appointed the authorities in this world. അവിടുന്ന് തന്നെ സകല അധികാരവും വഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, Lord, you have given this authority for us to live in this world. അവരെയൊക്കെ കർത്താവ് തന്നെ നിയന്ത്രിക്കുകയും, may God help us, or may God guide them or give them wisdom. അവർക്ക് ഭരണങ്ങളിലും നിയമങ്ങളിലും ദൈവം വേണ്ട മാറ്റങ്ങൾ നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. May God give them wisdom to change the rule and to use the authority in a peaceful way. Jesus' name. In Jesus' name I ask. Amen. കർത്താവേ, സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക്
Let's നമ്മുടെ മുഖം തിരിക്കാം. let's stand back to the word of God. ഇന്ന് നമ്മൾ രാവിലെ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്ന് കേട്ടു. We were reading from Luke chapter 7 in the morning. പരീശനായ ശീമോന്റെ വീട്ടിൽ We were discussing about the Pharisee of Simon. പാപിനിയായ സ്ത്രീ അവിടെ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. So the woman was what the women were doing. We were hearing and thinking about that in this morning. അവിടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അളവ് അവിടെ കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. We were seeing how God loved and how lovable God is loving his people. We have seen that. 50 ഇളച്ചു കിട്ടിയവനും 500 ഇളച്ചു കിട്ടിയവനെയും അവിടെ താരതമ്യം ചെയ്യുക. So there is a comparison who God forgiven for 50 what sin God forgiven for 50 and for 500. അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു എന്നിവിടെ കർത്താവ് പറയുന്നു. God what God forgiven to more he asks, he expect more. അപ്പോൾ നമ്മുടെ സ്നേഹം അളക്കാനായിട്ട് കഴിയും ദൈവത്തിന്. So God is looking how we love others also. നമ്മൾ ദൈവസ്നേഹത്തിൽ നിറഞ്ഞു വരാനും അതിൽ വർദ്ധിച്ചു വരുവാനും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. So God is expecting us to love and to increase love in us. നമ്മൾ തുടർന്ന് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് So let's turn to Luke chapter 8. പാരബിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. There are different parables we can see in Luke chapter 8. പാരബിൾസ് കർത്താവ് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. So we can see that Jesus speaks in parables through different parables. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാൻ എല്ലാവർക്കും കഴിയുന്നില്ല. So God's kingdom are not able to understand for all people. The mystery of God's kingdom is not able to understand for all people. അതുകൊണ്ട് കർത്താവ് ഉപമകളായിട്ട് എപ്പോഴും സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. So we can see that Jesus is speaking through different parables. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലും Let's turn to Matthew chapter 13. മാർക്കോസ് 4-ാം അധ്യായത്തിലും Mark 4. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും in chapter Luke 8 also സെയിം പാരബിൾ നമുക്ക് കാണാനായിട്ട് കഴിയും. We can see a parable spoken in three gospels, the same parable. അവിടെ നമുക്ക് ഇവിടെ തന്നെ കർത്താവ് പറയുന്നുണ്ട് നമ്മുടെ ഈ ഉപമകളും സാദൃശ്യങ്ങളും ഒക്കെ കർത്താവ് എന്തിനാണ് ഉപയോഗിച്ചത്. So we could see why Jesus is speaking through parables for us. നമുക്ക് ആദ്യം മാത്യു ചാപ്റ്റർ 13-ന്റെ 10-ാം വാക്യം വായിക്കാം. So let's turn to Matthew chapter 13 verses 10. So Matthew chapter 13 verses 10. And the disciple came and said to him, why do you speak to them in parables? അവിടെ തുടർന്ന് എന്തിനു വേണ്ടിയാണ് ഈ പാരബിൾസ് ഉപയോഗിക്കുന്നതെന്ന് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ അവരോട് ചോദിച്ചു. The disciple came and asked to Jesus, why you are speaking in parables? അവിടെ കർത്താവ് 2 കാര്യമാണ് പറഞ്ഞത്. അത് എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാകാനായിട്ടും മാത്രമല്ല തിരുവെഴുത്തുകളുടെ നിവർത്തീകരണത്തിനും വേണ്ടിയാണ് ഉപമകൾ സംസാരിക്കുന്നതെന്ന് ഇവിടെ കർത്താവ് പറയുന്നു. So Jesus is saying 2 things. One is people so that people can understand or relate when he speaks through parables, and also in order to the fulfillment of the word of God. ഇവിടെ മാത്യു 13-ന്റെ 35 നമുക്ക് വായിക്കാം. Let's turn to Matthew chapter 13 verses 33. He spoke another parable to them. The kingdom of heaven is like leaven, which is 13-ന്റെ 35. Oh, 35, sorry. It's Matthew chapter 13 verses 35. This was to fulfill what was spoken through the prophet. I will open my mouth in parables. I will utter things hidden since the foundation of the world. കർത്താവിനെ കുറിച്ച് മുൻപ് തിരുവെഴുത്തുകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നിവർത്തീകരണമാണ് ഈ ഉപമകൾ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. So the parables is which was spoken through prophet. It is the fulfillment spoken through parables. സങ്കീർത്തന പുസ്തകം
78 അധ്യായത്തിന്റെ 2 വാക്യം കൂടെ നമുക്ക് വായിക്കാം. Let's turn Psalms chapter 78 8:2 2. ഞാൻ വേണേ വായിക്കാം. I will open my mouth in a parable. I will utter dark saying of old. അതായത് ഞാൻ ഉപമകളെ പ്രസ്താവിപ്പാൻ വായി തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. So here Psalms chapter 78 verses 2 says, I will open my mouth in parable so that I will utter dark things, sayings of old. ഇന്ന് നമുക്ക് അതിലൊരു ഉപമയെക്കുറിച്ച് ചിന്തിക്കാം. Let us discuss one of the parable which Jesus spoke. ഈ പാരബിള് വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. So the parable which we are going to discuss is the parable of sower of the seed. അത് മാത്യു ചാപ്റ്റർ 13:3 മുതൽ 9 വരെയും 18 മുതൽ 23 വരെയും ഈ ഉപമയെക്കുറിച്ച് പറയുന്നു. So this parable is written in Matthew chapter 13 verses 3 to 9 and from 18 to 23. അതുപോലെ മാർക്കോസ് 4:3 മുതൽ 20 വരെയും ഈ ഉപമകളെ കുറിച്ച് പറയുന്നു. Also the same parable is discussed in Mark chapter 4 verses 3 to 20. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 8 അധ്യായം 5 മുതൽ 15 വരെയും ഈ ഉപമയെ കുറിച്ച് സംസാരിക്കുന്നു. So the same parable is spoken in Luke chapter 8 verses 5 to 15. ഓരോ ഉപമയിലും ചില വ്യത്യാസങ്ങൾ, പുതിയ ചില കാര്യങ്ങൾ നമുക്ക് ഈ 3 ഉപമകളും വായിക്കുമ്പോൾ, 3 സുവിശേഷങ്ങളിൽ ഉപമകൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇല്ലാത്തത് ചിലതിലും ചിലത് ഉള്ളതും നമുക്ക് കാണാനായിട്ട് കഴിയും. Even though this is the same parable spoken in Matthew, Mark and Luke, but we could see a different perspective or different angle to the same parable in all these 3 gospels. ഇവിടെ നമുക്ക് വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ട ഒരാളെയും വിവിധ തരത്തിലുള്ള നിലങ്ങളെയും വിത്തിനെ കുറിച്ചും ഒക്കെയാണ് ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത്. So we can see in this parable the person who went and sowed the seed and also the soil which is also talking in this parable. അവിടെ നമുക്ക് 6 തരത്തിലുള്ള നിലങ്ങളെ കാണാനായിട്ട് കഴിയും. So we could see that 6 soils in this parable. അതിലെ 3 നിലങ്ങള് കുഴപ്പങ്ങളുള്ള നിലങ്ങളും 3 നല്ല നിലങ്ങളുമാണ്. So there are 3 soil which has problem and 3 soil which is considered as good. നമുക്ക് ചില വാക്യങ്ങളോട് അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. Let's read മൂന്നാം വാക്യം നമുക്ക് വായിക്കാം. Let's read some of the verses related to this. So 3 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. So let's turn to Matthew chapter 13 verses 3. And and he spoken many things to them in parables. 3 to 9 വരെ വായിക്കാം. So let's read Matthew chapter 13 verses 3 to 9. And he spoken many things to them in parables, saying, Behold, the sower went to sow. And as he sowed, some seeds fell beside the road, and the birds came and ate them. Others fell on the rocky place where they did not have much soil, and immediately they sprang up because they had no depth of soil. But when the sun had risen, they were scorched, and because they had no root, they withered away. Others fell among the thorns, and thorns came up and choked them out. And others fell on the good soil and yielded a crop, some 100-fold, some 60, some 30. He who has ears, let him hear. അപ്പോൾ ഇവിടെ ഈ ഉപമ വായിച്ചിട്ട് കർത്താവ് അത് കൺക്ലൂഡ് ചെയ്യുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. So after saying this parable, Jesus is concluding, he who has ears, let him hear. അപ്പോൾ ഈ ഉപമ വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം, നമ്മൾ വായിക്കണം എന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. So Jesus is looking for us to read this parable carefully and to also hear this parable very carefully as well. നമുക്ക് ഈ കർത്താവ് തന്നെ ഈ ഉപമയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് അതിന്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ കാണാൻ കഴിയും. So the same parable we can see that Jesus is explaining from Matthew chapter 13 from 18 to
23. ലൂക്ക് 8 നമുക്ക് വായിക്കാം. So the Explain. same parable we can turn to chapter Luke, chapter 8 8, Luke chapter 8, verses 18 to 23. 18 to 23. So Luke chapter 8, verses 18 to 23. So take care how you listen. No, sorry, മാത്യു തന്നെ നമുക്ക് വായിക്കാം. 8. Sorry, so Matthew chapter 13, verses 18 to 23. Yeah. So the same parable, Jesus is trying to explain the parable which we just read now. So here then the parable of the sower. When anyone hears the word of the kingdom and does not understand it, the evil one comes and snatches away what has been sowed in his heart. This is the one on whom seed was sown beside the road. The one on whom seed was sown on the rocky place, this is the man who hears the word and immediately receives it with joy. Yet he has no firm root in himself, but is only temporary. And when affliction or persecution arises because of the word, immediately he falls away. And the one on whom seed was sown among the thorns, this is the man who hears the word and worry of the world and the deceitfulness of wealth choke the word, and it becomes unfruitful. And the one on whom seed was sown on the good soil, this is a man who hears the word and understands it, who indeed bears fruit and brings forth some of 100-fold, some 60, and some 30. അപ്പോൾ ഇവിടെ നമുക്ക് 3 അനുഭവങ്ങളെ ഇവിടെ കാണാനായിട്ട് കഴിയും. വിതയ്ക്കുന്നവര്, അതുപോലെ വിത്ത്, അതുപോലെ നിലം. So we can see 3 things in this parable: seed, and who is sowing the seed, and the soil. അവിടെ വിതയ്ക്കുന്ന ഒരാളാണ്, വിത്തും ഒരേ ടൈപ്പ് വിത്താണ്. So the sower and the seed are similar. എന്നാൽ നിലങ്ങൾക്ക് വ്യത്യാസമുണ്ട്. But there are different types of soil we could see here. ഇവിടെ നിലങ്ങള് ഈ വിതയ്ക്കുന്നത് സുവിശേഷം അറിയിക്കുന്നവരാണ് വിതയ്ക്കുന്നത്. So the person who share the word of God, he is the sower. വിത്ത് ദൈവത്തിന്റെ വചനമാണ്. Seed is the word of God. അത് നിലം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളാണ്. Soil is considered as our hearts. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾക്ക് ഓരോ നിലയുണ്ട്. So there are differences in heart with different people. അപ്പോൾ ഈ നിലങ്ങളാണ് ഇതിന്റെ ഫലം നിർണ്ണയിക്കുന്നത്. So the soil is the one who consider or is able to bear the fruit. അപ്പൊ നമ്മുടെ ഹൃദയങ്ങളാണ് കർത്താവിന് വേണ്ടി നമ്മൾ ഫലകരമായി തീരുന്ന അനുഭവങ്ങളാക്കി തീർക്കുന്നത്. So the soil which need to be which can be made, or the word of God will become fruitful through soil. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു. So Paul spoke to Timothy. 2 തിമോത്തി 4:2. Let's turn to 2 Timothy chapter 4, verses 2. By means of the hypocrisy of liars searched in their own conscience. 2 തിമോത്തി 2 Timothy chapter 4, 2. Preach the word, be ready in the season and out of season, reprove, rebuke, exhort with great patience and instruction. അപ്പോൾ ഇവിടെ വിതയ്ക്കുന്ന ആളോട് വിത്ത് എങ്ങനെ വിതയ്ക്കണം എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. So Paul is speaking that how the sower, or who is sharing the word of God, how he should share the word of God. That is what is written here. അത് ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ നിലയനുസരിച്ച് അവർക്കത് ഫലവത്തായി തീരണം എന്നുള്ളതാണ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. So we need to speak in such a way that when we share the word of God, it should be shared in such a way that is edifiable for the who is receiving the word. ഇവിടെ നമ്മൾ പ്രസംഗിക്കുന്ന ആളാണ് വിതയ്ക്കുന്ന ആള്. So who is preaching, the person is considered that is person as sower. വിത്ത് ഇവിടെ വചനമാണ്. Seed is the word of God. നിലം ഹൃദയമാണ്.
the soil is considered as the heart. ഇത് നമ്മൾ ലൂക്കോസ് 8:12 വായിക്കുന്നു. ലൂക്കോസ് 8 ഈ വാക്യം ഈ ഉപമകൾ തന്നെ ആ നിലയിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. So the same parable we can see the what we just ലൂക്കോസ് 8:12 ലൂക്കോസ് 8:11 നമ്മളത് കാണുന്നു. So Luke 8:12 and Luke 8:12 and 11 we can see the same thing that the soil is considered as heart, and the person who preach or share the word is the sower. അവിടെ നമുക്ക് വായിക്കുന്ന വഴിയരിയുള്ളവൻ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു എന്നാണ് 12-ാം വാക്യം നമ്മൾ കാണുന്നത്. So if we turn to Luke 8 chapter 12, so chapter 8 verses 12, those besides the roads are those who have heard, then the devil comes and take away the word from their heart, so they will not believe and be saved. 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം എന്ന് നമ്മൾ അവിടെ കാണും. So in chapter 8 verses 11 we can see, Luke chapter 8 verses 11 we can see that now the parable is this: the seed is the word of God. അവിടെ തുടർന്ന് ഈ നിലത്തിന്റെ 6 അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. So we already heard that seed is the word of God. Now we can see about there are 6 types of different soils. നമുക്ക് ലൂക്ക് 8:11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളൂടെ നമുക്ക് അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. So let's read Luke chapter 8 from 11 to 15. Now the parable is this: the seed is the word of God. Those beside the road are those who have heard, then the devil comes and take away the word from their heart, so that they will not believe and be saved. Those on the rocky soil are those who, when they hear, receive the word with joy, and these have no firm root. They believe for a while, and in time of temptation fall away. The seed which fell among the thorns, which these are the ones who have heard, and as they go on their way, they are choked with worries and riches and pleasures of this life, and brings no fruit to maturity. But the seed in the good soil, these are the ones who have heard the word in a honest and good heart, and hold it fast and bear fruit with perseverance. അപ്പോൾ നമ്മൾ സഭയിൽ കടന്നു വരുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ഓരോ നിലങ്ങളാണ്. So the people or the believers who are coming in church, we can consider it as different types of soil. അവരുടെ ഹൃദയങ്ങളാണ് ആ നിലങ്ങൾ. So their heart is considered as the soil. അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് 6 അനുഭവങ്ങളുള്ള ഹൃദയങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. So we can see that there are 6 different types of soil, or people with believers with different types of 6 type of hearts in the church. അവിടെ നമുക്ക് ആദ്യം വഴിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. So first soil we can see that the people who have heart which is similar to the seed fell on the roadside. ഈ വഴിയിലുള്ള അനുഭവമുള്ള ഹൃദയങ്ങളെ നമുക്ക് നോക്കാം. Let's look at the seed fell on the roadside. അവിടെ 8-ാം അധ്യായത്തിൽ ലൂക്ക് 8:5 നമ്മൾ വായിക്കുന്നത് ചവിട്ടിപ്പോയ അനുഭവം അവിടെ കാണുന്നുണ്ട്. We can see that in Luke chapter 8 verses 5, the seed which fell on the road was trampled underfoot. ചിലത് പറവ കുത്തിക്കൊണ്ട് പോയത് നമ്മൾ അവിടെ 12-ാം വാക്യത്തിലും 5-ലും കാണുന്നുണ്ട്. So we could see that the seed which fell on the roadside was not only trampled underfoot, but the birds came and ate also. അത് മാത്രമല്ല ഈ ഉപമയിൽ അവര് വിശ്വാസിയല്ല, അവര് രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. So we can see that they are not born again believers, or they have got the salvation. അവിടെ ഈ 4 അനുഭവമുള്ളവരെ നമുക്ക് ഈ വഴിയുടെ അനുഭവമുള്ള ഹൃദയങ്ങളെ കാണാനായിട്ട് കഴിയും. So we can see that the people with this kind of heart is considered as the seeds fell on the roadside. അത് ദൈവത്തിന്റെ വചനം വിതയ്ക്കുമ്പോൾ അത് പറവ കൊത്തിക്കൊണ്ട് പോകുന്ന ഒരു അനുഭവമാണ് ഒന്നുള്ളത്. So the one thing is when the word of God hears, the birds will come and eat it.
രണ്ടാമത് നമ്മുടെ ഇടയിൽ തന്നെ ഈ വിത്തുകളെ ഈ കടന്നു വരുന്നവർ തന്നെ ആ വഴിയിലൂടെ നടന്നു വരുമ്പോൾ ചവിട്ടിക്കളയുന്ന അനുഭവങ്ങളെ കാണാനായിട്ട് കഴിയും. So the people who comes to church, when they hear the word, they themselves will trample the word of God under their feet. ദൈവം ആഗ്രഹിക്കുന്നത് God is looking ഇതുപോലെ ഒരു അവിശ്വാസിയോ രക്ഷിക്കപ്പെടാത്ത ഒരാളോ like the unbeliever or people who did not get the salvation, അവർ കടന്നു വന്നാൽ when they come to the church, അവർ വാസ്തവമായിട്ട് ദൈവം നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് അറിഞ്ഞ് they should see that God is in our midst. അവര് രക്ഷിക്കപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. So if an unbeliever come to the church and hear the word of God, God is looking, they should accept word of God, and they should see that God in our midst, and they should become saved. They should be saved. അങ്ങനെ കടന്നു വരുന്നവര് ഈ ഇവിടെ ഉള്ളവരാൽ തന്നെ ചവിട്ടി മെതിക്കപ്പെടാൻ ഇടയാകാതെ. So the people who are unbelievers who come to church, the other believers shouldn't be a hindrance to the new believers. അനാവശ്യമായ ചോദ്യങ്ങളും അനാവശ്യമായ തർക്കങ്ങളും ഒക്കെ വന്ന് ഈ വിത്ത് അവരിൽ ഫലം കായ്ക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട്. So the unwanted questions to the newly came person, we shouldn't ask unwanted questions, or what else? Unwanted questions and arguments. We shouldn't go with the arguments with them. അടുത്തത് പിശാച് ചെയ്യുന്ന ഒരു കാര്യമാണ്. So the next thing about the same soil is what Satan is doing. ഈ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ആ വചനം അന്നേരം തന്നെ നമ്മളെ മറപ്പിച്ച് കളയുക, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് കൊത്തിക്കൊണ്ടു പോവുക. So the seed which fell on the roadside or the heart, the word of God is received by what is that? Can you say that? പറവ് കൊത്തിക്കൊണ്ട് ഈ നമ്മളിൽ വിതയ്ക്കപ്പെടുന്ന വിത്ത് പറവ അല്ലെങ്കിൽ പിശാച് വന്ന് കൊത്തിക്കൊണ്ടു പോകുന്ന. So the birds coming and eating it it's like the word of God when received, Satan is taking away from them. രണ്ടാമത് ഇത് ദൈവത്തിന്റെ വചനം കേൾക്കാൻ കഴിയാതെ വരിക. So the another thing is people are not able to receive the word of God, or not able to hear the word of God. ദൈവവചനം കേട്ടാലേ അത് അവരിൽ വിശ്വാസമായിട്ട് പരിണമിക്കുകയുള്ളൂ. They should hear the word of God, then only it will become a part of their life. വിശ്വസിച്ചാലേ അത് അവരുടെ ജീവിതത്തിൽ ഒരു വീണ്ടും ജനനവും രക്ഷയുമായിട്ട് തീരത്തുള്ളൂ. They should believe the word of God, then only it will be in their life. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കടന്നു വരുന്നവർക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. So the unbeliever, there's a greater responsibility for the church to pray for the unbeliever so that they should receive the word in right way. 2 കൊരിന്ത്യർ 4:4 നമുക്ക് അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. So we can read from 2 Corinthians chapter 4 verses 4. So 2 Corinthians chapter 4 verses 4. In whose case the God of this world has blinded the minds of unbelieving, so that they might not see the light of the gospel of the glory of Christ, who is the image of God. ആ നിലയിൽ നമുക്ക് വഴിയിൽ വിതയ്ക്കപ്പെട്ട വിത്തിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. So we can see the seed fell on the roadside is similar to what we read just now. അത് 4 രീതിയിൽ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. 4 ways it could be lost. അവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം യഥാർത്ഥമായിട്ട് കേട്ടാലേ അത് അവരുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കുകയുള്ളൂ. They should hear the word of God in a right way, then only it will be the part of their life. റോമ 10:17 നമുക്ക് അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. Let's turn to Romans chapter 10 verses 10. Romans 10 verses 17. Sorry, Romans chapter 10 verses 17. So faith comes from hearing, and hearing by the word of Christ. അപ്പോൾ ദൈവത്തിന്റെ വചനം കേട്ടാലേ അത് അവരുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കുകയുള്ളൂ. So they need to hear the word of God, then only the word that they hear will becomes faith in them. അവര് അത് വിശ്വസിച്ച് അത് രക്ഷയായിട്ട് തീരണമെങ്കിൽ, അവര് രക്ഷിക്കപ്പെടണമെങ്കിലും അവരത് ശ്രദ്ധയോടെ കേൾക്കുകയും അത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അത് വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്.
So they need to receive the word of God, and it becomes, and they need to believe. Then only they can be saved. റോമർ 10:9 നമുക്ക് വായിക്കാം. Let's read Romans 10, chapter 10, verses 9. That if you confess with your mouth Jesus as Lord and believe in your heart that God raised him from the dead, you will be saved. അപ്പോൾ വഴിയിൽ വീണ വിത്തുകൾ ഈ നിലയിൽ സംരക്ഷിക്കപ്പെടണം. അത് അതിനെക്കുറിച്ച് നമുക്കൊരു തിരിച്ചറിവ് ആവശ്യമാണ്. So the believers in the church need to make certain that the new believer comes in the midst are receiving the word in a right way. അങ്ങനെ ആ വിത്ത് നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനായിട്ട് കഴിയും. So the seed which sown on the unbeliever, we can see that it is protected. നമുക്ക് രണ്ടാമത് പാറസ്ഥലത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. So we have discussed already what fell on the roadside. Let's discuss about the seed fell on the rocky place. ഇവിടെയും നമുക്ക് ഈ റോക്കി പ്ലേസ് ആയ ഹൃദയത്തിന്റെ നിലയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. So let's discuss about the heart which is rocky in nature. അവിടെ വേണ്ട ആഴമില്ല, അതിന് it's not very deep. അതിന് ചില പ്രത്യേകതകൾ അവിടെ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, അതിന് ആഴമില്ല, 2 വേരോട്ടം ഇല്ല, മണ്ണ് കുറവാണ്, നനവ് കുറവാണ് എന്നൊക്കെയാണ് ഈ പാറസ്ഥലത്തിന്റെ ഒരു പ്രത്യേകതകൾ നമ്മളവിടെ കാണും. So the rocky soil, we could see that it's not deep rooted, or proper water is not flowing for that soil. That is proper മണ്ണില്ല, proper soil is also not there. That is the issue we are seeing. The seed fell on the rocky place. അവിടെയും ഈ വിത്ത് കിളുക്കും. The seed will grow in the rocky place. നമ്മുടെ ഇന്നത്തെ പ്രാക്ടിക്കൽ നമ്മുടെ ഈ ചുറ്റുപാടുകളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, so if you could see or notice the practical scenarios in the word of God we receive, ഈ ഹെൽത്ത് വെൽത്ത് ഗോസ്പൽ ഈ നിലയിൽ അത് അതിന്റെ വിത്തുകൾ വിതയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് കിളുത്തു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. So the health wealth gospel, what we are hearing nowadays is considered as the seed fell on the rocky place. അത് പെട്ടെന്ന് വളർന്നു വരികയും എന്നാൽ അതിന് വേരില്ലായാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. So it is, the word of God is not firm rooted, so it will pass away, fall away. എന്നാൽ ക്രൂശിന്റെ വചനം ആഴമുള്ള പ്ലേസിലാണ് പ്രവർത്തിക്കുന്നത്. So the word of God need to be placed which is deep rooted. നമുക്ക് പത്രോസിന്റെ അനുഭവം, ഈ 2 അനുഭവങ്ങളിലും നമുക്ക് പത്രോസിനെ കാണാനായിട്ട് കഴിയും. We could see the 2 scenarios in for Peter. മാത്യു ചാപ്റ്റർ 16 മുതൽ 18 വരെയുള്ള വാക്യം. Matthew chapter 16 verses 16. Simon Peter answered, "You are the Christ, the Son of the living God." And Jesus said to him, "Blessed are you, Simon, because flesh and blood did not reveal this to you, but Father who is in heaven." അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. Jesus asked his disciple a question. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? Who do you say that am I? അപ്പോൾ ശിമോൻ പത്രോസ് ഒരു റൈറ്റ് ആൻസർ പറഞ്ഞു. Simon Peter gave a right response. ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസ്സിഹ ആകുന്നു എന്നായിരുന്നു ഉത്തരം. Simon Peter answered, "You are the Christ, the Son of living God." 16-ാം വാക്യത്തിൽ നമ്മൾ അതാണ് വായിച്ചത്. So we just read in Matthew chapter 16 verses 16. ഇന്ന് നമ്മൾ ഈ പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തപ്പോൾ, when the new pope, the Catholic Church selected the new pope, പോപ്പ് ആദ്യം പറഞ്ഞ കാര്യം, നമ്മുടെ സഭയിൽ എല്ലാവരും യേശുവിനെ ആരെന്ന് തിരിച്ചറിയണം, യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസ്സിഹ ആകുന്നു എന്ന് ഉള്ള ചോദ്യ ഉത്തരവ് അദ്ദേഹം തന്റെ വിശ്വാസികളെ പറഞ്ഞ് മനസ്സിലാക്കുകയുണ്ടായി. The first thing Pope what said after he was elected, that they need to understand the Son of Jesus Christ fully. അദ്ദേഹം അവര് വിശ്വസിക്കുന്നത് അവര് പത്രോസിന്റെ പിൻഗാമികളാണ്. So they believe that they are the foreigners of Peter. എന്നാൽ തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഈ പത്രോസ്
അടുത്ത ഭാഗം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ So verses 17, when we read, and Jesus said to them, "Blessed are you, Simon, because flesh and blood did not reveal this to you, but Father who is in heaven." 18-ാം വാക്യം കൂടെ. So if we read verses 18, "I also say to you that you are Peter, and upon this rock I will build my church, and the gate of Hades will not overpower it." അപ്പോൾ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് പറഞ്ഞു. So Jesus said, "I will build my church, and the gates of Hades will not overpower it." അപ്പോൾ അതൊരു പാറയുടെ ഒരു അനുഭവമാണ്. So that is similar to the something on the rock. പത്രോസിന്റെ സ്റ്റേറ്റ്മെന്റിനും അതിന് വേണ്ട പോലെ ഒരു ആഴമില്ല. So it is the Peter statement is not very deep. തുടർന്ന് പീറ്റർ കർത്താവിനോട് പറയുന്നുണ്ട് 22-ാം വാക്യം. So verses 22, we could see that Peter is responding to Jesus. Peter took him aside and began to rebuke him, saying, "God forbid it, Lord, this shall never happen to you." തുടർന്ന് പത്രോസ് കർത്താവിനെ ശാസിക്കുകയാണ്. കർത്താവിന് വരുന്ന കഷ്ടാനുഭവങ്ങളെയും ക്രൂശിന്റെ വഴികളെയും തന്നെത്താൻ ത്യജിച്ച് സ്വന്തം ഇഷ്ടത്തെ ത്യജിച്ച് പിതാവിന്റെ ഇഷ്ടം ചെയ്ത് കർത്താവ് പോകുന്ന തൻ്റെ ജീവിത വഴിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് കർത്താവിനെ ശാസിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. So we could see that Jesus is rebuking Peter, that when Jesus was Peter rebuking Jesus. Peter rebuking Jesus, that when Jesus was talking about the denial and the way of the cross, Peter responded that this shall never happen to you. So Jesus rebuked Peter. അപ്പോൾ കർത്താവ് ജീസസ് പീറ്ററിനെ റെബ്യൂക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 23-ാം വാക്യം. So we can see that verses 23, but he turned and said to Peter, "Get behind me, Satan, you are stumbling block to me, for you are not setting your mind on God's interest but man's." അപ്പോൾ നമുക്ക് ഈ പാറയുടെ സദൃശ്യമായ ഹൃദയത്തിന്റെ നിലയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. So we can relate with the soil that is rocky, the heart of Peter. ആ നിലം ശരിയായ അനുഭവം ഉണ്ടാകണമെങ്കിൽ അവിടെ ആഴെ കുഴിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. So if the heart need to be good, it should be deep rooted. ആഴത്തിൽ കുഴിക്കണം. It should be deep rooted. Okay. മൂന്നാമത്തെ നമുക്ക് ഈ പാറയുടെ നിലം ഇതാണ്, സമൃദ്ധിയുടെ സുവിശേഷം അല്ലെങ്കിൽ ഹെൽത്ത് വെൽത്ത് ഗോസ്പൽ. ഇതൊക്കെ പെട്ടെന്ന് വളരെ പ്രവൃത്തിപഥത്തിൽ നമുക്ക് കാണാനെങ്കിൽ കഴിയുമെങ്കിലും അടുത്ത ഒരു പരിശോധനയോ അല്ലെങ്കിൽ ഉപദ്രവമോ പ്രതിസന്ധിയോ നേരിടുമ്പോൾ അത് പൂർണ്ണമായിട്ട് ഇല്ലാതായി പോകും. So the next thing is the health wealth gospel. When we hear the word, it is joyful, but when it is deep, when it at the time of deep rooted or at the time of testing, it will fall away. കർത്താവ് നമ്മളിൽ നിന്ന് നിലനിൽക്കുന്ന പ്രവൃത്തിയാണ് ആഗ്രഹിക്കുന്നത്. God is looking for what is remaining. പരിശോധനയിൽ വെന്തുപോകുന്ന ഒരു പ്രവൃത്തിയല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. So that at the time of testing, it should be deep rooted. It should stay. അത് നമുക്കൊരു നഷ്ടകരമായ ജീവിതമാണ്. So that is not a good thing for us. പ്രോഫിറ്റബിൾ അല്ല. It's not profitable for us. അപ്പോൾ ആ നിലയിൽ പാറയുള്ള നിലം യഥാർത്ഥമായിട്ട് ആഴയിൽ കുഴിക്കിയാലേ അത് നല്ല നിലമായി തീരുകയുള്ളൂ. So the word of God should be deep rooted within us. നമുക്ക് മൂന്നാമത് നമുക്ക് മുള്ളിനിടയിൽ വീണ മുള്ളുകൾ നിറഞ്ഞ ആ നിലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. So let's discuss about the word of God or the seed which fell on the thorns. അവിടെ നമ്മൾ കാണുന്ന മർക്കോസിലെ നമുക്ക് വരാം. മർക്കോസ് 4. Let's turn to Mark chapter 4. അതിന്റെ 19-ാം വാക്യം. Verses 19. But the worries of world and the deceitfulness of riches and the desires for the other things enter in and choke the word and becomes unfruitful. അപ്പോൾ ഇങ്ങനെ മുള്ളിനിടയിൽ
വീണ വിത്ത് അല്ലെങ്കിൽ മുള്ളുകൾ പല ഒട്ടും ക്ലീൻ ചെയ്യാത്ത ആ നിലം. So the soil which is not clean, we can see it is worries of the world, deceitfulness of riches, and desires of other things. എന്തൊക്കെയാണ് ഈ മുള്ളെന്ന് നമുക്ക് ചിന്തിക്കാം. Let's discuss what are the thorns. ഒന്ന് ലോകത്തിന്റെ ചിന്തകളാണ്. One is the worries of the world. ലോകം ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ, when we think the similar way how the world thinks, നമ്മൾ ഈ മുള്ളുകൾ നിറഞ്ഞ ഒരു നിലമാണ് നമ്മുടെ ഹൃദയം. So it is like our heart is like thorns. അടുത്ത ധനത്തിന്റെ വഞ്ചനയാണ്. The other thing is deceitfulness of riches. പണം, money. മണി നമ്മളെ വഞ്ചിക്കുന്ന ഒരു മുള്ളാണ്. Money is deceitfulness. മണിയോടുള്ള നമ്മുടെ മനോഭാവം നമ്മളെ വഞ്ചിക്കും. The attitude towards money can be deceived. മണിക്ക് ഒരു ആകർഷണമുണ്ട്. Money can be attracted. അതൊരു മാഗ്നറ്റ് പോലാണ്, കാന്തം പോലാണ്. It is similar to a magnet. The money is similar to a magnet. നമ്മുടെ ഹൃദയം ഒരു ഇരുമ്പാണെങ്കിൽ, if our heart is like an iron, ഈ മണി ഈ നമ്മുടെ ഹൃദയത്തെ ആകർഷിക്കും. So money will get attracted to our heart or the iron inside us. നമ്മുടെ ഹൃദയം ഒരു വുഡ് ആണെങ്കിൽ, തടിയാണെങ്കിൽ, if our heart is like a wood, ഈ പണം എത്ര മാഗ്നറ്റ് അല്ലെ ശക്തിയുള്ള മാഗ്നറ്റ് ആണെങ്കിലും, how powerful the money is, നമ്മുടെ ഹൃദയം തടി കൊണ്ടുള്ളതാണെങ്കിൽ ആ മാഗ്നറ്റ് ഒരിക്കലും ആകർഷിക്കാനായിട്ട് കഴിയില്ല. So if our heart is like wood, this money or the magnet cannot be attracted towards us. അപ്പൊ നമുക്ക് ആ നിലയിൽ ഈ പണം എന്ന് പറയുന്ന മാഗ്നറ്റ് ആകർഷിക്കാത്ത ഒരു ഹൃദയമുള്ളവരാവണം. So our heart need to be in such a way that it can never attract it to our hearts. അതുപോലെ വേറൊരു കാര്യമാണ് സംസാര ഭോഗങ്ങൾ. So the next thing is the way we speak. നമുക്ക് ബോധിച്ചതുപോലെ സംസാരിച്ച് തർക്കിച്ച് നമുക്ക് ഒരു കൺട്രോൾ ഇല്ലാത്ത സംസാരങ്ങൾ. We should control our tongue. We should not make foolish way of speaking. അത് നമ്മുടെ ഹൃദയത്തെ മുള്ളുകളുള്ളതാക്കി തീർക്കും. That will make our hearts like thorns. അതുപോലെ നാലാമതൊരു കാര്യമാണ് വിഷയമോഹങ്ങൾ. ഇവിടെ നമ്മൾ അത് വായിച്ചത്. So the other thing is the lust of the world or desires for other things. നമുക്ക് തെറ്റായ മോഹങ്ങൾ, അത് നമ്മുടെ ഹൃദയത്തിലെ മുള്ളാണ്. So the lust of the other things is a wrong thing. തെറ്റായ ലൈംഗിക ചിന്തകൾ ഒക്കെ നമ്മുടെ ഹൃദയത്തിലെ മുള്ളുകളാണ്. Lust of the eyes or lust of the sexual things is wrong. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ വചനം ഫലമായി തീരാതിരിക്കാൻ കാരണമായി തീരും. So these are the things which will make the word of God, what we hear, will not become fruitful. നമുക്ക് 1 പത്രോസ് 2 1 മുതൽ 1-2 വാക്യങ്ങളുടെ വായിക്കാം. So let's turn to 1 Peter chapter 2. 1 Peter chapter 2 verses 1 and 2. 2 verses 1 and 2. Therefore 1 Peter chapter 2 verses 1 and 2. Therefore, putting aside all malice and all deceit and hypocrisy and envy and all slander, like newborn babies, long for the pure milk of the word, so that by it may grow in respect to salvation. നമുക്ക് ആ നിലയിൽ നമ്മുടെ ഹൃദയത്തിലുള്ള ഇത്തരം കാര്യങ്ങളെ നീക്കിയാൽ, so if we remove all the three things we discussed from our heart, ദൈവവചനമാകുന്ന വിത്തും പാലും ഒക്കെ നമുക്ക് കുടിച്ച് വളരാനായിട്ട് കഴിയും. So like newborn babies, we can grow our hearts, or we can grow in Christ. ആ നിലയിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കുവാനായിട്ട് കഴിയും. So we need to prepare our hearts in such a way. നമുക്ക് ചില വാക്യങ്ങളോട് അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. തീത്തോസ് 2:12-13 വാക്യം. ടൈറ്റസ്. Let's read Titus chapter 2 verses 12 and 13. Titus chapter 2 verses 12 and 13. Instructing us to deny ungodliness and worldly desires, and to live sensibly, righteously, and
godly in the present age, looking for the blessed hope and the appearing of the glory of our God and Savior Christ Jesus. 1 യോഹന്നാൻ 2:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. Also, let's turn to 1 John chapter 1 John 2 verses 2 verses 15 to 17. 15 to 17. 1 John chapter 2 verses 15 to 17. Do not love the world nor the things of the world. If anyone loves the world, the love of the Father is not in him. For all that is in the world, the lust of the flesh and the lust of the eyes and the boastful pride of life is not from the Father, but is from the world. The world is passing away and also its lust, but the one who does the will of God lives forever. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള മുള്ളുകളാണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം മുതലായവ. So the lust of the flesh, lust of the eyes and boastful pride is a thorn. ഇത് നമ്മുടെ ജീവിതത്തിൽ നീക്കിയാലേ നമുക്കൊരു നല്ല നിലമാകാനായിട്ട് കഴിയും. So we need to remove all the lust of the flesh, lust of the eyes and the boastful from our lives. Then only the word of God will grow in us. പൗലോസിന്റെ കൂടെ ഒരു സഹപ്രവർത്തകനായ ഒരാളെ കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. So we could see from the word of God from ഒരു co-worker of Paul. ഒരു കോവർക്കറായ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 2 തിമോത്തി 4:10. Let's turn to 2 Timothy chapter 4 verse 10. Verses 10. We could see a co-worker of Paul. For Demas, having loved this present world, has deserted me, gone to Thessalonica. മതി. അവിടെ നമ്മൾ വായിക്കുന്നത് ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസ്സലോനിക്കയ്ക്ക് പോയി എന്നാണ് നമ്മൾ കാണുന്നത്. So we could see from this verse, Demas loved the world and left Paul to Thessalonica, and left Paul and went to Thessalonica. പൗലോസിന്റെ കോവർക്കറായ ദേമാസ്, Demas was a co-worker of Paul. ലോകത്തിന്റെ മോഹം തന്റെ ഹൃദയത്തിൽ വന്നിട്ട്, so the lust of the world was attracted towards him, തന്നെ വിട്ട് പോയ കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. So Demas, after becoming attracted from the lust of the world, he left Paul. Demas left Paul. ആ നിലയിൽ നമുക്ക് ഈ മുള്ളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് കഴിയില്ല. We cannot remain in Christ if we have the thorns or the lust of the flesh or lust of the world. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഈ മൂന്നാമത്തെ കാര്യം അല്ലെങ്കിൽ മൂന്നാമത്തെ നിലം, മുള്ളിനിടയിൽ മുള്ളുകൾ നിറഞ്ഞ ആ നിലം, അവിടെ ആ നിലം ശരിയാകണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പരിശ്രമം ഇവിടെ ആവശ്യമുണ്ട്. So there is something required from our side if we need to prepare our hearts from the lust of the world. ദൈവത്തിന്റെ വചനത്തിന് ആ നിലയിൽ നമ്മൾ വിധേയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. We need to abide the word of God in such a way. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. So let's turn to Romans chapter 12 verses 2. Romans chapter 12 verses 2. And do not be conformed to this world, but be transformed by renewing of your mind, so that you may prove what the will of God is, that which is good and acceptable and perfect. ആ നിലയിൽ ദൈവത്തിന് സ്വീകാര്യമായ നിലയിൽ നമ്മുടെ ഹൃദയമാകുന്ന നിലം ഒരുക്കപ്പെടണം. So we need to prepare our hearts in a way which is acceptable to God. ലോകത്തിന് അനുരൂപനാകാനുള്ള എല്ലാ നമ്മുടെ താല്പര്യങ്ങളെയും നമ്മൾ വേണ്ടാന്ന് വെച്ച് ദൈവത്തിന്റെ ഇഷ്ടം തിരഞ്ഞെടുത്ത് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. So we shouldn't be conformed to this world but be transformed by renewing our mind. That is the will of God. We need to prepare ourselves in such a way. അപ്പൊ ഈ നമ്മളിപ്പം പറഞ്ഞ 3 തരം നിലങ്ങളും അതിന് പല കുഴപ്പങ്ങളുള്ള നിലങ്ങളാണ്. So the soil which we discussed, the 3 types of soil which we discussed has got some kind of problems. ഈ നിലങ്ങളൊക്കെ നന്നാക്കാനായിട്ട് ദൈവത്തിന് കഴിയും. So all these kind of soils, God is able to help to overcome this kind of type of soil. അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾക്കൊരു സമർപ്പണം ആവശ്യമാണ്. So there is something God is looking from our side, from our heart,
to overcome from these kind of soil. നമ്മൾ ആ നിലയിൽ കർത്താവിനോട് അടുക്കാമെങ്കിൽ So if we come closer to God, കർത്താവ് നമ്മളോട് അടുത്ത് വരും. God will become closer to us. നമുക്ക് പക്ഷികൾക്ക് പറക്കാൻ 2 ചിറക് ആവശ്യമാണ്. So there are 2 wings for a bird. ഒരു കോയിന് അതിന് വാല്യൂ ഉണ്ടാകണമെങ്കിൽ അതിന് 2 സൈഡും വേണം. So if the value of coin is determined if it has got 2 sides. അപ്പോൾ ആ നിലയിൽ നമ്മൾ കർത്താവിനോട് അടുക്കുന്നെങ്കിൽ കർത്താവിന് നമ്മളെ ഒരു നല്ല നിലമാക്കാനായിട്ട് കഴിയും. So if we come closer to God, he will become closer to us. 2 കൊരിന്ത്യർ 7-ന്റെ 1-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. Let's turn to 2 Corinthians 7 verse 1. 2 Corinthians chapter 7 verses 1. 2 Corinthians chapter 7 verses 1. Therefore, having these promises, beloved, let us cleanse ourselves from all defilement of flesh and spirit, perfecting holiness in the fear of God. അവിടെ നമ്മൾ ആ ഒരു മനോഭാവത്തോടെ നമ്മൾ അതിനുവേണ്ടി ഉത്സാഹിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ സഹായിക്കും എന്നുള്ള ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയും. 1 തെസ്സലോനിക്കർ 5:23. So we need to cleanse ourselves from all defilement of flesh and spirit so that God will help us. And let's turn to 1 Thessalonians 5:23. 1 Thessalonians chapter 5 verses 23. 1 Thessalonians chapter 5 verses 23. Now may the God of peace himself sanctify you entirely, and may your spirit and soul and body be preserved complete, without blame at the coming of our Lord Jesus Christ. ഒന്ന് നമ്മൾ ചെയ്യേണ്ടതും മറ്റൊന്ന് കർത്താവ് മാത്രം ചെയ്യുന്നതുമാണ്. So one thing what we discussed, what we need to do from our side, but sanctification of spirit and body, which God need to be done. ഈ 2 ചിറകുമുണ്ടെങ്കിൽ So if there is 2 wings for a bird, നമുക്ക് നല്ല നിലമാകാനായിട്ട് കഴിയും. so the birds has 2 wings, same way we should have these 2 sides, then only we can become a good soil. അപ്പോൾ ഈ 3 തരത്തിലുള്ള നിലങ്ങളുടെ കുഴപ്പങ്ങളും ഈ നിലയിൽ നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും. So in such a way, in the wings which we discussed, we can overcome these kind of soils from our hearts. തുടർന്ന് നമുക്ക് നല്ല നിലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. Let's discuss now good soil. അവിടെ തന്നെ 3 തരത്തിലുള്ള നല്ല നിലങ്ങളുണ്ട്. So there are 3 types of good soils. ഒന്ന് 30 മേനി അല്ലെങ്കിൽ 30 ഇരട്ടി. So one type of soil is 30-fold. And next is 60-fold. 60-fold, and last is 100-fold. So there are 3 types of soils among the good soil. അപ്പോൾ ഒരു സീഡ് അത് 30 സീഡ് ആകുന്ന നിലമാണ്, അല്ലെങ്കിൽ ഒരു സീഡ് 60 സീഡ് ആകുന്ന നിലമാണ്, അല്ലെങ്കിൽ ഒരു സീഡ് 100 നിലമാകുന്നതായ ടൈംസ് ആകുന്ന ഒരു നിലമാണ് ഈ നിലത്തിന്റെ പ്രത്യേകത. So there are the 3 soils which can become 30-fold, and the second one is 60-fold, and lastly it's 100-fold. അപ്പോൾ ആ നിലയിൽ നമ്മൾ സാധാരണ നിലയിൽ ഫലം കൊടുക്കുവാനായിട്ട് നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാകണം? 30, 60, 100 മേനി ഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ Now let's discuss about the good soil, how we can become a good heart or good soil. അപ്പോൾ 30 മേനി ഫലമുള്ള നിലം എന്ന് പറയുമ്പോൾ ഒരു ശുദ്ധ ഹൃദയം നമുക്കുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫലം കായ്ക്കാനായിട്ട് കഴിയും. So if we have a clean heart, we can become a 30-fold soil. അതുപോലെ 60 മേനി ഫലം കായ്ക്കണമെങ്കിൽ നമുക്ക് ശുദ്ധ ഹൃദയത്തോടൊപ്പം ഒരു നല്ല മനസാക്ഷിയോടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് കഴിയും. So if we want to become a 60-fold soil, we need to have a clean heart, then a good conscience. നമുക്ക് 100 മേനി അല്ലെങ്കിൽ ഫലം ഉള്ളവരായി തീരണമെങ്കിൽ നമുക്ക് ശുദ്ധ ഹൃദയവും നല്ല മനസാക്ഷിയും നിർവ്യാജ വിശ്വാസവും വേണം. So if we need to become a 100-fold soil in our hearts, we need to have clean heart, then good conscience and sincere faith. നമുക്ക് 1 തിമോഥെയോസ് 1:5 കൂടെ വായിക്കാം. Let's turn to 1 Timothy chapter 1 verses 5. 1 Timothy chapter 1 verses 5. Right. But the
but the goal of our instruction is love from a pure heart and a good conscience and a sincere faith. അപ്പോൾ നമ്മളിവിടെ ആദ്യം നമ്മൾ ചിന്തിച്ച സ്നേഹത്തെക്കുറിച്ചാണ്. So we discussed first about love. യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ആ ദൈവസ്നേഹത്തിൽ നിറയപ്പെട്ടവരാകണം. So God is looking, or God is expecting that we may fill with love. ദൈവം സ്നേഹം തന്നെയാണ്. God is love. അപ്പോൾ ആ നിലയിൽ നമ്മുടെ ഹൃദയം നമ്മുടെ ഉദ്ദേശം ആ ദൈവസ്നേഹത്തിൽ നിറയപ്പെടണം എന്നുള്ളത് ആയതുകൊണ്ടാണ് ഈ പൗലോസ് ഈ ഒരു ആജ്ഞ നൽകുന്നത്. So Paul is giving this instruction that we may fill with God's love and also a pure heart, good conscience and a sincere faith. ഇതിന്റെ നമ്മളിങ്ങനെ ഈ ഫലകരമായി തീർന്നാൽ അതിന്റെ പ്രയോജനം എന്താണ്? നമുക്ക് എന്ത് കിട്ടും? So if we follow like this and become fruitful, what will get back to us? കർത്താവിന്റെ ശിഷ്യന്മാരെ ഇടയ്ക്ക് കർത്താവിനോട് ചോദിക്കാറുണ്ട്, ഞങ്ങള് സകലതും വിട്ട് നിന്നെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും? So disciple asked to Jesus in some time, so if when we leave everything and follow you, what will get in for us in return? നമുക്ക് 1 കൊരിന്ത്യർക്കുള്ള ലേഖനം 15-ാം അധ്യായം കൂടെ നമുക്ക് വായിക്കാം. So let's turn to 1 Corinthians chapter 15 verses 37 ആദ്യം വായിക്കാം. So let's turn to 1 Corinthians chapter 15 verses 37 and 38. 37 and 38. And that which you sow, you do not sow the body which is to be, but a bare grain, perhaps of wheat or for something else, or of something else. But God gives it a body just as He wished, and to each of all the seeds a body of its own. 37-38 അല്ലേ? Yes. 1 Corinthians 15 verses 37 and 38. അപ്പോൾ ഇവിടെ നമുക്ക് കാണുകയാണ് നമ്മുടെ എറ്റേണിറ്റിയെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. So what we are seeing here is about the eternity. നിത്യതയിൽ നമുക്കുള്ള റിവാർഡിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കാണുന്നത്. So if we follow like that with a good conscience, a sincere heart, sincere faith, what is the reward is in eternity. 39 മുതൽ 41 വരെയുള്ള വാക്യം കൂടെ വായിക്കും. So let's read from 1 Corinthians 15 verses 39 to 41. All flesh is not the same flesh, but there is one flesh of men, and another flesh of beasts, and another flesh of birds, and another of fish. There are also heavenly bodies and earthly bodies, but the glory of the heavenly is one, and the glory of earthly is another. There is one glory of the sun, and another glory of the moon, and another glory of the stars. For stars differs from the star in glory. 42 വായിക്കാം. Also 42. So also in the resurrection of the dead, it is sown a perishable body, it is raised an imperishable body. നമ്മൾ നല്ല നിലമാകുന്നതിന്റെ തൽഫലമായി നല്ല ഫലം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിത് ലഭിക്കുന്നത്. So it is basis on how good our soil is, the reward is getting in eternity. നമുക്ക് ഇന്ന് നമ്മൾ കേട്ട ദൈവത്തിന്റെ വചനങ്ങളൊക്കെ നമുക്ക് ഈ നിലയിൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, so if we conclude the word of God what we received today, ദൈവം നമ്മളെക്കുറിച്ച് ആ 100 മേനി ഫലമുള്ളവരായി തീരണം എന്നാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. So God is looking or expecting us to be 100-fold, to bear 100-fold fruits. ആ ഒരു പെർഫെക്ഷനിലേക്ക് നമ്മൾ പ്രസ് ഓൺ ചെയ്യണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. God is expecting us to press on to that level of perfection. അപ്പോൾ അതിന് തന്നെ നമുക്ക് തന്നിരിക്കുന്ന വിവിധമായ ഇൻസ്ട്രക്ഷൻ ആണ് ഈ ഉപമയിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. So in order to become that level of perfection, this is an instruction communicated through this parable. അപ്പോൾ അതിനുള്ള ലക്ഷ്യങ്ങളും മാർഗങ്ങളുമാണ് ഇതുവരെ നമ്മൾ ചിന്തിച്ചത്. So we have seen how we can become that kind of perfection. എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ ഈ വിശ്വാസ വീരന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, so we can see from Hebrews chapter 11 നമ്മൾ 11 മുഴുവൻ നമ്മൾ വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് കാണുന്നത്. So we can see from Hebrews chapter 11 the people who are faithful to God. അവരെല്ലാവരും ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവരാണ്. They were all the people who were a testimony for God, and they were prepared to receive God.
എന്നാൽ അതിന്റെ 11:35 നമ്മൾ വായിക്കുന്നു. And if we look at Hebrews chapter 11 verses 35, women received back their dead by resurrection, and others were tortured, not accepting their release, so that they might obtain a better resurrection. അപ്പോൾ അവര് ബെറ്റർ റിസറക്ഷന് വേണ്ടി അവര് ചില കാര്യങ്ങൾ ചെയ്തു. So they did something to have a better resurrection. ചിലത് വേണ്ടാന്ന് വെച്ചു. Something they left out. അപ്പൊ ആ നിലയിൽ ആ ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയാണ് 100 മേനി അല്ലെങ്കിൽ 100 ഇരട്ടി ഫലകരമായി തീർന്ന ആ നിലം. So God's love is the fulfillment of the good soil. ആ നിലയിൽ ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്ന ഒരു അനുഭവമാണ് ആ പൂർണ്ണത. We need to be filled with God's love. That is the fulfillment of the good soil. എഫേസ്യ ലേഖനം 3:17-18 വാക്യം കൂടെ നമുക്ക് വായിക്കാം. Let's turn to Ephesians chapter 3. Ephesians chapter 3 verses 17-18. Ephesians chapter 3 verses 17 and 18. So that Christ may dwell in your heart through faith, and that you, being rooted and grounded in love, may be able to comprehend with all the saints what is the breadth and the length and the height and depth. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും ഉയരവും നീളവും വീതിയും സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം എന്ന് ആണ് ദൈവത്തിന് നമ്മളെ കുറിച്ച് ആഗ്രഹം. So God is expecting us we should comprehend with all saints the breadth and the length and the height and the depth of God's love. ആ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് ആയാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. We need to become on that level. നമ്മൾ ഇന്ന് നമ്മുടെ മനപാഠ വാക്യം The memory verse we heard today, 1 കൊരിന്ത്യർ 9:27. That is 1 Corinthians chapter 9 verses 27. 1 Corinthians chapter 9 verses 27. But I discipline my body and make it my slave, so that after I have preached to others, I myself will not be disqualified. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ ഇന്ന് സംസാരിച്ചത് ഒരു വിത്ത് വിതയ്ക്കുന്നവനും വിത്തും നിലത്തെക്കുറിച്ചുമാണ്. So what we discussed today is the soil, seed and the sower. ആ നിലയിൽ നമ്മൾ വായിക്കുന്നത് നമ്മൾ പ്രസംഗിച്ച ശേഷം എന്നാണ്. So here we are seeing after I have preached to others, ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് I should look after that I myself will not be disqualified. ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നു. I discipline my body and make it my slave. അപ്പോൾ ഒരു കൃഷിക്കാരന്റെ മനോഭാവം നമുക്ക് ആവശ്യമാണ്. So we need to have an attitude of a farmer. നമ്മൾ ഈ കൃഷിപ്പണിയൊക്കെ ചെയ്യുമ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയും So we need to wait like the farmer is waiting. അതിനുവേണ്ടി അവസാനത്തോളം ജാഗരിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. So we need to have a patience to wait and see how God is doing or working. Like a farmer. യാക്കോബിന്റെ ലേഖനം, Let's turn to James. 5-ാം അധ്യായം James chapter 5. 7-ാം വാക്യം. James chapter 5 verses 7. Therefore be patient, brethren, until the coming of Lord. The farmer wait for the precious produce of the soil, being patient about it until it gets the early and late rains. You too be patient, strengthen your heart, for the coming of the Lord is near. നമുക്ക് ആ നിലയിൽ ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉപകാരമായി വരട്ടെ. Let this word of God be helpful in such a way that we should wait and be patient. ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ എന്നെയും സമർപ്പിക്കുന്നു. I submit before the word of God. ഞാൻ തന്നെ പ്രസംഗിച്ചിട്ട് ഞാൻ കൊള്ളരുതാത്തവനായി തീരാതിരിക്കാനായിട്ട്. After I preach the word of God, I shouldn't be disqualified as well. ഞാൻ എന്നെ തന്നെ എൻ്റെ ശരീരത്തെ അതിനായിട്ട് വിധേയപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് എന്നെ ആ നിലയിൽ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയും എൻ്റെ വിശ്വാസത്തെ ഏറ്റുപറയുകയും ചെയ്യും. I also discipline my body and I shouldn't be disqualified. So I praise God for the word of God. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. Let this word of God may be blessed.